എഹേസ്കേൽ 34 അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്ക. നീ പ്രവചിച്ച് അവരോട്, ഇടയന്മാരോട് തന്നെ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറക്കുകയും ചെയ്യുന്നു. ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ലതാനും. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ, കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ഇടയൻ ഇല്ലായ കൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. എന്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിന്മേലും ഉഴുന്നു നടന്നു. ഭൂതത്തിലൊക്കെയും എന്റെ ആടുകൾ ചിതറിപ്പോയി. ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പിൻ. എന്നാണേ ഇടയനില്ലായകൊണ്ടത്രേ എന്റെ ആടുകൾ കവർച്ചയായി പോവുകയും എന്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയ്ക്കുകയും ആടുകളെ മേയ്ക്കാതിരിക്കുകയും ചെയ്യുക കൊണ്ട്, ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എന്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു. ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കയില്ല. എന്റെ ആടുകൾ അവർക്കിരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ എന്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളിടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ചു. അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടിവിക്കും. ഞാൻ അവയെ ജാതികളുടെ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും. നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പെടുത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളെ പുഷ്ടികളെ മേച്ചിൽപ്പുറത്ത് മേയ്ക്കുകയും ചെയ്യും. ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളയനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടവയെ മേയ്ക്കും. നിങ്ങളോ എന്റെ ആടുകളെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കുന്നു. നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിന്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും, തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാലുകൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എന്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കോളം പാശം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പുകൊണ്ടിടിക്കുന്നതിനാൽ ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. അവ ഇനി ഇരയായി തീരുകയില്ല. ഞാൻ ആടിനും മധ്യേ ന്യായം വിധിക്കും. അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും. എന്റെ ദാസനായ ദാവീദിനെ തന്നെ അവനവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എന്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യ പ്രഭുവുമായിരിക്കും. യഹോവയായ ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു. ഞാൻ അവയോട് സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഞാൻ അവയും എന്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും.
ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും. അത് അനുഗ്രഹകരമായ മഴ ആയിരിക്കും. വയലിലെ വൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളയുകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ഞാൻ അവരുടെ നുകക്കുഴികളെ പൊട്ടിച്ച് അവരെ കൊണ്ട് പണി എടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഹോവയെന്നവർ അറിയും. അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല. കാട്ടുമൃഗം അവരെ കടിച്ച് കീറുകയില്ല. അവർ നിർഭയമായി വസിക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. ഞാൻ അവർക്ക് കീർത്തിയുള്ള ഒരു നടുതല വെച്ചുണ്ടാക്കും. അവർ ഇനി ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കയില്ല. ജാതികൾ നിന്ന ഇനിയും വഹിക്കുകയുമില്ല. ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ എന്ന ഞാൻ അവരോടുകൂടെ ഉണ്ടെന്ന് ഇസ്രായേൽ ഗൃഹമായിരിക്കുന്ന അവർ എന്റെ ജനമാകുന്നു എന്നും അവർ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ എന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളായി എന്റെ ആടുകളായുള്ളവരെ, നിങ്ങൾ മനുഷ്യരത്രേ, ഞാനോ നിങ്ങളുടെ ദൈവമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.